ഇങ്ങനെ ഉണ്ടായ ഈ പ്ലെയിനോട് ഞാൻ അലുമിനിയം ചാനലാണ് മുറിക്കുന്ന ഒച്ച മാറും. അലുമിനിയം ചാനലിൽ തല പിടിച്ചോളി. ഇങ്ങനെ ഉണ്ടായ ഇത് പ്ലൈവുഡ് മുറിക്കാൻ എങ്ങനെ അറിയാം? പിടിക്കാൻ മാറിക്കാളി വീതിയുള്ളതാ. ഈ മുറിച്ചിട്ട് സാധനം എവിടെയും കൊണ്ട് തുളച്ച് ഫിറ്റ് ചെയ്യില്ല. ഡ്രില്ലിംഗ് മെഷീന് ഡ്രില്ലിംഗ് മെഷീനോട് തുളക്കുമ്പോൾ വെച്ച് എങ്ങനെ അറിയാം? കഴിഞ്ഞല്ലേ നമ്മള് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോല്ലേ നമ്മള് വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ചു കൊടുക്കൂലേ? വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറയ്ക്കുമ്പോ വെള്ളം ഇങ്ങനെ പൊന്തി വരുമ്പോ ഉണ്ടാകുന്ന ചെറിയ ഒച്ചയാണ്. ആ ചെണ്ടോട്ടോണ്ട് കേട്ടില്ലെങ്കിലും കയ്യടിച്ചോളിട്ടോ. ചെറിയ ഒച്ചയാണ്. വെള്ളം ഒഴിക്കാൻ പോവാണ്. ഞാൻ ഈ തൊപ്പിട്ടിട്ട് ആകൊരു അടങ്ങേറ്. എന്താ അറിയാം, ഹിന്ദിക്കാർ മുടിയിട്ട് കൊളാക്കിയതാ. ഇപ്പൊ എല്ലാ ബാർബർ ഷോപ്പിലും ബംഗാളികളാണല്ലോ. ഞാൻ മലയാളത്തിൽ അങ്ങോട്ടും പറഞ്ഞു, ഓല് ഹിന്ദിയിൽ ഇങ്ങോട്ടും ചോദിച്ചു. രണ്ടു കൂട്ടർക്ക് മനസ്സിലായില്ല. മൊട്ടടിച്ചു തൊപ്പിട്ടെടുക്കാം. ബാർബർ ഷോപ്പിൽ കുറച്ചേരുന്നപ്പോ ഒരു കാര്യം മനസ്സിലായി. മുടി വെട്ടിന് വെച്ച് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. എങ്ങനെയെന്നുള്ള കാണിച്ചു തരാം. മുടി വെട്ടി കാണിച്ചു തരാം. അടുത്ത് കാര്യങ്ങളാ വളഞ്ഞെന്തോ കഴിഞ്ഞില്ല. ഇപ്പൊ മുടി വെട്ടല് കുറവ്. അപ്പൊ മെഷീൻ വെക്കല ട്രിമ്മർ. അതെങ്ങനെ അറിയാം? അന്റെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഉണ്ടായ ഒറ്റ മിനിറ്റ് ഇല്ലേ ഇനി എടുക്കാൻ പോണില്ലേ? ഇന്ന് രാവിലെ പല്ല് വെച്ചോണ്ടിരിക്കുമ്പോ ഓർമ്മയില്ലാതെ പാട്ട് എടുപ്പോയി. അപ്പൊ മനസ്സിലായി ഈ ജാസി ഗിഫ്റ്റിന് വെച്ചാൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. എങ്ങനെ വെച്ചാല് നമ്മൾ പാട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോ തൊള്ളയിൽ വിരലിട്ട് വലിച്ചു പിടിച്ചാൽ മതി. അപ്പൊ ജാസി ഗിഫ്റ്റ് ആവും. എങ്ങനെയെന്നുള്ള കാണിച്ചു തരാം. അന്നക്കിൽ നീ എന്നിൽ വർണ്ണക്കന വേറി വന്നു, കന്നിക്കിൽ നീ എന്നിൽ പൊന്തൂവൽ വീശി നിന്നു. ഇല്ല ലാസ്റ്റ് ഐറ്റംസ് ആണ്. ഞാൻ വന്നപ്പോ മോരുവെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ പോയതാ. അവിടുന്ന് ഒരു മുളക് കിട്ടി. ഈ മുളക് കഴിച്ചിട്ട് എന്തോ പറഞ്ഞു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഇങ്ങനത്തെ ഒരൊറ്റ മുളക് ഉണ്ടായാൽ മതി. നാളെ മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും മിമിക്രി കാണിക്കുക. വെരി സിമ്പിൾ പരിപാടി അത്. അതായത് മുളക് കഴിച്ചിട്ട് എരി വരുമ്പോൾ നമ്മളങ്ങോട്ട് പറഞ്ഞാൽ മതി. നമ്മളെ ഒരുപാട് നന്മകൾ ചെയ്ത് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ ഉമ്മൻചാണ്ടി സാറെ സൗണ്ട് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. പൊന്നാരേട്ടാ യൂട്യൂബിൽ ഇടരുത്. അതുകൊണ്ട് അപ്പൊ എങ്ങനെ വെച്ചാല് മുളകിന്റെ ചുവപ്പ് കണ്ടപ്പോഴും ഉറപ്പ് ഇത് എല്ലാം ശരിയാക്കുമെന്ന് ഇപ്പൊ മൊത്തത്തിൽ ശരിയായിരിക്കുകയാണ്. പക്ഷെ പാർട്ടി തിരിച്ചു വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൈയടിച്ചോളി. ഇങ്ങനെ ഉണ്ടാകുക. നമ്മൾ മുളക് അടിച്ചിട്ട് നമ്മളെ തൊണ്ടയിലൊക്കെ കൂടി കഴിഞ്ഞാൽ ആകെ ഒരു കരകരപ്പുണ്ടാവും. ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശ സാർ സൗണ്ട് കിട്ടും. എങ്ങനെ അറിയാം? അത് മുളക് കഴിച്ചതിന് ശേഷം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണല്ലോ. അതിന് ഏത് ജാതി മുളകായതെന്ന് ഒരു പിടിയില്ല. അടിച്ചോളി. ഇങ്ങനെ നമ്മൾ മുളക് അടിച്ചിട്ട് നമ്മളെ വയറിനുള്ളത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പോകേണ്ട സ്ഥലത്തേക്ക് ഓടിപ്പോകും തോന്നും. ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ VS അച്യുതാനന്ദൻ സാർ സൗണ്ട് ഇട്ടും കാണിച്ചു തരാം. മുളകിന്റെ ചുവപ്പ് കണ്ട് കഴിഞ്ഞപ്പോൾ അണ്ടകടാഹമുറേ കാളിപ്പോയി അടിച്ചോളി. ഇങ്ങനെ ഉണ്ടാവുക. ഇനി വേദിയിൽ മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവുമായിരുന്ന VS അച്യുതാനന്ദൻ സാറ് നമ്മുടെ വേദിയിൽ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണിക്കാൻ പോണത്. ഒരു പ്രത്യേക അഭ്യർത്ഥന ഉള്ളതെന്ന് വെച്ചാൽ ഇതുവരെ കാണിച്ചതും ഇനി കാണിക്കാൻ പോണതൊന്നും രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവുമില്ല. ആ ഫിഗർ തോന്നിയാൽ കൈയടിച്ചുകൊണ്ട് ഒരു മിമിക്രി ആയിട്ട് കാണുക. നിങ്ങൾ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ ഒരു മിമിക്രി ആയിട്ട് കാണുക. ഏട്ടാ ഒരു പാട്ടിട്ടോളൂ. LED വാൾ വരുമോ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇത് മലപ്പുറത്ത് നിന്ന് വന്ന ആളല്ല. നമ്മുടെ ഒരു ആർട്ടിസ്റ്റാണ്, കലാകാരനാണ് ബിജീഷ് ചേളാരി. നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും അതുപോലെ തന്നെ ചാനൽ ഷോയിലൂടെ